പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രസിദ്ധ ബൈബിൾ പണ്ഡിതനായ വില്യം ബാർക്ലേ പറയുന്നു, ഇതാ ലോക സമ്രാട്ട് വരുന്നു. വഴികളല്ല നിരപ്പാക്കേണ്ടത്, ജീവിത ശൈലിയാണ്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതം 28:26, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനത്രേ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. സ്നേഹമുള്ളവരെ, നാം ജഡികരാണോ അതോ ദൈവീകരാണോ? ആത്മീയ മനുഷ്യരാണോ? കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവ ഗ്രഹിക്കാനും അവന് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിയും ശക്തിയുമെല്ലാം മൺമറഞ്ഞു പോകും. പലരും ബുദ്ധിജീവികളായി ദൈവത്തെയും ദൈവീക മനുഷ്യരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു അപകട പ്രതിസന്ധിയിൽ, ഒരു നാശം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ദൈവമല്ലാതെ അവർക്ക് അഭയമുണ്ടാകില്ല. ഈ സത്യം നാം ഗ്രഹിക്കണം. എത്ര ബുദ്ധി സാമർഥ്യമുണ്ടെങ്കിലും അതെല്ലാം ക്ഷണികമാണ്. നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി, ഒരു രോഗം മതി. ഈ സത്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോടൊത്ത് ജീവിക്കാം. ദൈവത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മെ തന്നെ വ്യയം ചെയ്യാം.